ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ. കാരണം മഴ കുറച്ച് ദിവസമായിട്ട് അടിഞ്ഞ് പെയ്യുന്നതുകൊണ്ട് തന്നെ അൽമാരിൻ്റെ സൈഡിലൊക്കെ വെള്ള പൊടികൾ മാതിരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി 3 ആളിലേക്ക് ഡിവൈഡ് ചെയ്ത് എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് അടുക്കള വൃത്തിയാക്കലാണ്. അടുക്കള പാത്രങ്ങളൊക്കെ പൊടി തട്ടി ഷെൽഫ് കയറ്റുക, പിന്നെ അതുപോലെ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും. ഉച്ചക്കത്തേക്ക് ഉമ്മ പറഞ്ഞ് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ ഇവിടെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഉമ്മയും ചേച്ചിയും ആണെങ്കിൽ ഓരോരോ പണികൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതാകുമ്പോൾ നമ്മളെ പണികൾ എത്രയും പെട്ടെന്ന് കഴിയുമല്ലോ. ഞാൻ കുറേ നേരമല്ലേ ചേച്ചീനെ പറയുന്നത്. അപ്പം നമ്മളെ ചേച്ചീനെ നിങ്ങൾക്ക് കാണണ്ടേ, ആളെ പരിചയപ്പെടണ്ടേ. ആളിതാ വരുന്നുണ്ട് കേട്ടോ. വന്നതാ കൃഷ്ണന്റെ വീട് ഏതാ, കൃഷ്ണന്റെ വീട് ഏതാന്ന് ചോദിക്കാനായിരുന്നു. അന്നപ്പോ ഞാൻ കെട്ടിട്ടാ എന്റെ വീട്. അത് ശരി, നല്ല മതിയോളൊക്കെ ആണല്ലോ. അയ്യോ, കാണാനായി ഞാൻ വന്നത് കൊണ്ടൊന്ന് ഇരിക്കൊക്കെ ചെയ്യട്ടെ. ആന വന്നിട്ടാക്കൂ, നമ്മ കത്തില്ലേ ആനയിന് നമ്മളിതിപ്പോ ഇങ്ങനെ റോട്ടിൽ കൂടെ പോവാണെങ്കിൽ ഈ ഫുട്പാത്ത് ഇല്ലേ വൈറ്റ് കളറ്, അതിന്റെ ഇപ്പുറ തന്നെ ആന 4 എണ്ണം. അങ്ങനെ നിങ്ങള് എന്താക്കാന്? അതിന് ഒറ്റാനല്ലേ പേടിക്കണ്ടേ, കൊമ്പുള്ളതിന്. അത് പെണ്ണുങ്ങളാന്ന് തോന്നുന്നു. പക്ഷെ കൂട്ടം നമ്മളെപ്പുറ തന്നെ ഉണ്ട്. നമ്മൾ ആനനെ കണ്ട മെല്ലനല്ലേ വണ്ടി ഇങ്ങനെ പോവാ. ഞങ്ങള് മെല്ലനാ പോയത്. ഇപ്പറ ആന ഉണ്ട്. വന്നിട്ടാ എന്താ കൊല്ലു ഏടാ എല്ലാരും പോകണ്ടല്ലോ. ഓലെ വെച്ച് ചമക്കും പോകണം. ഏടാ നമുക്ക് എല്ലാരും പോകണ്ടല്ലോ. മലേഷ്യയിൽ മറ്റേ മറ്റേർത്തായിട്ട് ഞമ്പക്കും വേണം പോവുക. മലേഷ്യ ഒക്കെ കാണാൻ നമുക്ക് ഡൽഹി കാണാൻ പോട്ടെ. എന്റെ മുമ്പ് അങ്ങനത്തെ കൊണ്ടുപോകുന്നേ. ഡൽഹിയിൽ താജ്മഹലൊക്കെ ഒന്ന് കാണാൻ പോകണോ, ട്രെയിനായിട്ട് പോകണോ. ഇതാ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഗൾഫ് പോണ്ടേ. 2 തട്ട് ബസ്സിൽ 2 തട്ടിൽ ബസ്സിൽ തെരഞ്ഞിപ്പോ ഓർഡർ നമ്മൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് നമ്പർ വാങ്ങാ. 400 റുപ്യ 300 റുപ്യ കൊടുത്താൽ എന്നാ ടിവിയിൽ ഇങ്ങനെ കാണുക. പെണ്ണുങ്ങള് നാട്ടില് പെണ്ണുങ്ങൾ ഒരു ബസ്സിൽ 10-100 ആള് കേറി ഇടങ്ങാറാക്കി. പെണ്ണുങ്ങൾ എന്തേതാണ് ഗുണ്ടിൽപേട്ട പോയത് അങ്ങനെയാ. ഞങ്ങള് പോയ സ്ഥലത്ത് അങ്ങനെ പോയതല്ലേ. എന്തും തള്ളും കാട്ടിക്കൂടെ ബസ് പോവൂലേ. കൊണ്ട് അയാൾ അഞ്ഞില്ല എത്തില്ലോ. അതെ സ്ഥലം കൂടെ കേറി വരണം പോലെ ഞാൻ പോകില്ല. അങ്ങനെ ചേച്ചീൻ്റെ ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിലുള്ള ചിക്കൻ എടുത്ത് പാത്രത്തിൽ ഇട്ടു. അതിനിപ്പോൾ തണുപ്പ് പോകാൻ കുറച്ച് ടൈം വെക്കണം. അപ്പോഴേക്കും നമ്മളെ ബാക്കിയുള്ള പണിയും കൂടിയും കഴിയുമ്പോഴേക്കും അത് ഏകദേശം സെറ്റായി നിൽക്കും. പിന്നെ ഞങ്ങൾ കവർ ഇങ്ങനെ കഴുകി വെക്കും കേട്ടോ. അതാകുമ്പോൾ ഹരിതസേനക്കാർ വരുമ്പോൾ കൊടുക്കാനും സുഖമാണ്, ഓല് കൊണ്ടുപോവുകയും ചെയ്യും. മറ്റേത് നമ്മൾ ഇതിങ്ങനെ തന്നെ ആക്കി വെച്ചാൽ ഓൽക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഒരു ഷെൽഫിൻ്റെ പണി കഴിഞ്ഞ് ഞാൻ അടുത്ത ഷെൽഫിലേക്ക് പോയിക്കുന്നു. അപ്പോൾ അവിടെ കുറച്ച് പൊടിയേരി ഉണ്ടായിരുന്നു കവറിൽ. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാച്ചുന്നുമുണ്ട്. പിന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി. അപ്പോൾ ഏകദേശം ഷെൽഫിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് കുക്ക് ചെയ്യുന്ന സ്ഥലവും വാഷ് ചെയ്യുന്ന സ്ഥലവുമാണ്. അപ്പം ചിക്കനിൽ ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച് മാറ്റിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നു. കുറച്ചും കൂടി ഒന്ന് ഐസ് അലിയാണ്ട്. അപ്പോഴേക്കും ഞാൻ പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് ഉണക്കാൻ വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വെച്ച പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ബക്കറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ടല്ലേ. ഓല് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് കൊടുക്കൽ. പിന്നെ ഞാൻ നോക്കുമ്പം വാഷ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കുറച്ചെന്തൊക്കെ പറ്റി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സോപ്പിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിരിക്കും. ഇപ്പോൾ രാവിലെ തന്നെ വെയിലുള്ളതുകൊണ്ട് തന്നെ അലക്കാനുള്ളതൊക്കെ അലക്കാൻ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചിക്കിടാൻ പോയിക്കുന്നു. അങ്ങനെ അലക്കിയതൊക്കെ ചിക്കിയിട്ടതിൻ്റെ ശേഷം അടുക്കളയിൽ വന്ന സമയത്ത് ഞാൻ നേരത്തെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ മുന്നേ ഉപയോഗിച്ച കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു നിലത്ത്. അപ്പോൾ അതൊക്കെ അടുപ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ സ്റ്റൗ ക്ലീൻ ആക്കാൻ പോയി. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് സ്റ്റൗ ക്ലീൻ ആക്കിയിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ അതും പെട്ടെന്ന് തന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പണിയെടുത്ത് കുഴങ്ങിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം പൊടിയേരി ഇട്ട് വേഗം കഞ്ഞിയാക്കാൻ വെച്ച്. അപ്പോൾ കിച്ചണത്തെ പരിപാടികളൊക്കെ ഏകദേശം ഫിനിഷ് ആയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ കുക്കിങ്ങിലേക്ക് കിടന്നത്. അപ്പം ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളി ഉരുളങ്കിഴങ്ങൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. വെള്ളവും ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോഴേക്കും ഞാൻ നേരത്തെ അടുപ്പത്ത് വെച്ച കഞ്ഞി ഏകദേശം വെന്തിക്കുന്നു. ഞാൻ കറിവേപ്പില എപ്പോഴും ഇങ്ങനെ കേട്ടോ ചെയ്യൽ. കറിവേപ്പില കറക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിലിങ്ങനെ കുത്തി വെക്കും. അതാകുമ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് അതങ്ങനെ തന്നെ വാടാണ്ട് നിൽക്കും. അപ്പോഴേക്കും ചിക്കൻ്റെ തണുപ്പൊക്കെ മാറിക്കുക. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ചിക്കൻ്റെ വേസ്റ്റ് വെള്ളം കിട്ടിയാലേ ആൾക്ക് സമാധാനമാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനെ വേസ്റ്റ് വെള്ളം പൂച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചിക്കൻ നല്ല വെള്ളത്തിൽ ഒന്നും കൂടി കഴുകി പൊരിക്കാനുള്ളതും കറിക്കുള്ളതും ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊരിക്കാനുള്ളതിൽ ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും അരച്ച പേസ്റ്റും പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പൊടികൾ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി പൊടി, പിന്നെ അരച്ച് വെച്ച പേസ്റ്റും കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ചിക്കൻ ഏതായാലും ഞാൻ ലാസ്റ്റ് മാത്രമേ പൊരിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കലുള്ളൊരു ചിക്കൻ കറിയാണ്. ഈ കുക്കർ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവ പൊട്ടിക്കാടും. അതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലം ഇട്ടിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കും. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വയാൻ വേണ്ടിയിട്ട് വെക്കും. ഉള്ളി വയന്ന് വരുന്ന സമയത്ത് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചച്ചോ മാറുന്നവരൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച പച്ചമുളകും കറിവേപ്പില ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വയന്ന് വരുന്ന സമയത്താണ് ഞാൻ പിന്നെ തക്കാളി ചേർക്കുന്നത്. തക്കാളി ഇട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വയന്ന് വരുന്നവരെ നമുക്ക് അവിടെ വെക്കാം. അപ്പോഴേക്കും ഉമ്മ ജ്യൂസൊക്കെ അടിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ച് അപ്പോൾ നോക്കുന്ന സമയത്ത് തക്കാളി ഏകദേശം വയന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പൊടികൾ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ ഇടുന്നുണ്ട്. ചിക്കൻ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുക്കർ ഒന്ന് മൂടി വെക്കുന്നുണ്ട് ആ ചിക്കനത്തെ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തളിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ഉപ്പ് ആണെങ്കിൽ ഉപ്പും ചേർത്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ കുറച്ച് ഉരുളൻകിഴങ്ങ്, അത് ഈ സമയത്താണ് ഞാൻ ചേർത്ത് എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി വെക്കുക. അത് അടുപ്പം തന്നെ മൂടാൻ പേടിയായിട്ടാണ് ഞാൻ പിന്നെ താഴത്തേക്ക് ഇറക്കിയിട്ട് കുക്കർ മൂടി വെച്ചത് കേട്ടോ. പിന്നെ കുക്കറിൽ വിസിലടിയുന്ന നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാനും തുടങ്ങിയിരിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ ഉള്ളി ഇട്ടിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ തിളച്ച 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്ത അരിക്ക് 2 കപ്പ് വെള്ളമാണ് കണക്ക്. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെള്ളം നല്ല വെട്ടി തിളച്ചിരുന്നു. അപ്പോൾ ഞാൻ വാർന്ന ചരിയും എടുത്ത് അതിലേക്കിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലായി ഞാനിട്ടത്. അങ്ങനെ കുറച്ചൊന്ന് വെള്ളം വറ്റിയ സമയത്ത് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മുകളിൽ വിതറി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സിമ്മിൽ കുറച്ചൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നെയ്ച്ചോറ് കണ്ടോ? നെയ്ച്ചോറ് കണ്ടോ? ഓ നെയ്ച്ചോറ് വെച്ചേ നിങ്ങൾ വരല്ലേ എനിക്ക് വേണ്ടി വെക്കുക. പിന്നെ അതിന്റെ അത്രേ സ്വീകരിക്കുക. ലൈക്ക് എടുക്കുക. ലൈക്ക് വിടുക. ലൈക്കല്ല, ഞാൻ കഞ്ഞി ആക്കി. കഞ്ഞി കുടിച്ചോളൂ. കുടിച്ചോ കഞ്ഞി? ദാ എല്ലാം കൂടി ഉണ്ടാക്കി. ഇതെന്തി നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ. മക്കളെ ഇങ്ങനെ ഭ്രാന്ത് തന്നെ. കഞ്ഞി കുടിക്കുന്നല്ലേ, ഒറ്റക്കാലിൽ നിക്കാൻ പാടില്ല. ഗർഭപാത്രം വീണ് നോക്കൂ. ഗർഭപാത്രം വീണ് നോക്കൂ. കഞ്ഞി അല്ല അങ്ങനെ പറ്റൂല. ഒറ്റക്കാല് നമ്മള് പിന്നെ നിച്ചൂനെ എപ്പോഴും ചീത്താൽ അത് ഇങ്ങനെ കൊക്കിന്റെ ഒറ്റക്കാല് വെക്കും. അനിയ മോന് എന്റെ അനിയത്തി, അനിയന് എന്റെ വാപ്പന്റെ അനിയന്റെ മോള്. അതിങ്ങനെ ഒറ്റക്കാലിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്ത അങ്ങനെ എന്നിട്ട് പറഞ്ഞേ ഞാൻ കൊടുക്കൂ, ഒന്നായിട്ട് കൊടുക്കൂ. എന്നിട്ടോ തല്ല് കൊടുക്കണ്ടേ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്നാല്. എത്ര വയസ്സായതാ? 10. നോക്കിയോ കൊച്ചാ? നോക്കിയൊന്നുമില്ല, പാവള. എന്നെ ഇഷ്ടാ? അങ്ങനെ നിക്കരുത് പറഞ്ഞിട്ടോ അങ്ങനെ നിക്കുന്നോ? അങ്ങനെ നിക്കണം. ഞാൻ നിന്നാ ഉണ്ടായിരിക്കും. അതാ പിന്നെ ഒറ്റക്കാലും കേറിയോ? എന്താ അങ്ങനെ നിക്കരുത്. അതെന്താന്നോ? അതെന്താന്നറിയില്ല, ഒറ്റക്കാലൊക്കെ കയറി. പിന്നെ നിങ്ങൾക്ക് എന്തിനാ 2 കാല് തന്ന്? കഞ്ഞി നടക്ക് കുടിച്ചെടുത്താണ്ട വെറുതാ. ഒരാൾക്ക് ഉമ്മക്കും കൊടുക്കും. കഞ്ഞി എടുക്കാണോ? പിന്നെ നമ്മൾ ചോറ് ഇരിക്കാനില്ല. അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. അപ്പം ഞങ്ങൾ കാട്ടിൽ പോയി എന്ന് പറഞ്ഞപ്പം ചേച്ചിക്കുള്ള സംശയങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇല്ല, അത് ഞമ്മക്ക് ആ കാട് കിടന്നാലല്ലേ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് എത്താനുള്ളൂ. പക്ഷെ കാട്ടില് പിന്നെ എല്ലാ മൃഗങ്ങളും ഉണ്ട്.
കരടി അങ്ങ് പന്ന ഉണ്ടാക്കിയാലും അത് വന്നാൽ ഇങ്ങനെ വെക്കൂ. നമ്മ എന്താ ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാന്? അത് കടിക്കാണെങ്കിൽ കടിക്കൂ. പുലിയൊക്കെ ഉണ്ടാവും ചെറുപ്പം മരത്തിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പമ്മി കുത്തിരിക്കുന്നു. ചാടി പിടിക്കോ? ബൈക്ക് പോകുന്നോല. ബൈക്ക് പോണോലാ പിടിക്കുക? നമ്മള് കാറ് ചില്ല പൊന്തിക്കല്ലോ. ആ പക്ഷെ ബൈക്കാരങ്ങനല്ലേ, തുറന്നിട്ടിട്ടല്ലേ പോവാ. ആ അപ്പൊ പിടിക്കൂലേ? കരടിയോ കാട്ടുപോത്തോ ആന എന്നാലോ കൊമ്പന് കൊമ്പനെന്നാ വരിക നമ്മ തമർത്തി ആ ഒറ്റക്കല്ലേ വരിക. അതെന്താക്കൂ? പറ്റും അങ്ങനെ ഉണ്ടാക്കിയാലും എന്താക്കാന്? ഞാൻ പോലെ നന്നായി എന്താ കേട്ടിട്ട് ഞാൻ ഉണ്ടാക്കും. നിങ്ങളെ ഞങ്ങളൊപ്പരം മരിക്കാനോ ഒപ്പരം മരിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയതിൻ്റെ ശേഷമാണ് ചിക്കൻ പൊരിക്കാട്ടത്. പിന്നെ കറി നോക്കിയ സമയത്ത് കറിയും സെറ്റായി വന്നിക്കുന്നത്. പിന്നെ ചോറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം രാവിലെ അലക്കിയിട്ടതൊക്കെ ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ റൂമിൽ കൊണ്ടുവന്ന് മടിക്കെല്ലാം റെഡിയാക്കി. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.